ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ മുത്തിടും ആ പൊന്മുഖത്ത്. ചാരിടും ഞാൻ മാർവതിൽ മുത്തിടും ആ പൊന്മുഖത്ത്. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാൽ എന്റെ സർവാംഗ സുന്ദരനേ. ഒന്നു കാണാൻ എനിക്കാശയാൽ എന്റെ സർവാംഗ സുന്ദരനേ. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം. ശത്രുവിൻ പ്രതീക്ഷ തകർത്തു ജയമേകി, പ്രതിയോഗിയുടെ മുൻപിൽ വീഴുന്നോരുക്കി. ശത്രുവിൻ പ്രതീക്ഷ തകർത്തു ജയമേകി, പ്രതിയോഗിയുടെ മുൻപിൽ വീഴുന്നോരുക്കി. യേശു എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ സർവാംഗ സുന്ദരനേ. യേശു എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ സർവാംഗ സുന്ദരനേ. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ മുത്തിടും ആ പൊന്മുഖത്ത്. ചാരി
വാഴ്ത്തിടും ഞാൻ പാർവതിൽ മുത്തിടും പൊന്മുഖത്ത്. വിദൂരമല്ല വിദൂരമല്ല ആ മഹൽ സംഗമം. 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 ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായൊരു വാക്യമുണ്ട്. അത് 32-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് പാടുന്ന ചില വരികളാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചു കിട്ടുക വലിയൊരു ഭാഗ്യമാണ്. ഈ ലോകത്ത് നാം ഒന്നും നേടിയില്ലെങ്കിലും, ഈ ലോകത്ത് നാം മാനിക്കപ്പെട്ടില്ലെങ്കിലും, ഈ ലോകത്ത് നാം അവഗണിക്കപ്പെട്ടവരാണെങ്കിലും, പ്രിയമുള്ളവരെ, ലംഘനം ക്ഷമിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, യഹോവ അകൃത്യം കണക്കിടാതെ നമ്മളെ കാത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് നമ്മളിൽ കാപട്യങ്ങളെല്ലാം മാറിപ്പോയെങ്കിൽ, നമ്മുടെ അതിക്രമങ്ങളും അധർമ്മങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യശാലികൾ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമ്മളെ ആദ്യം സന്തോഷിപ്പിക്കുകയും പിന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നൊരു വാക്യമാണ്. അത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6 മുതലുള്ള വാക്യമാണ്. അത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അടുത്ത വാക്യം: പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും വരേണ്ടതായ പാപങ്ങളാണ്, അകൃത്യങ്ങളാണ്, അതിക്രമങ്ങളാണ്, അധർമ്മങ്ങളാണ്. എന്നാൽ അതെല്ലാം മോചിച്ചേരുകയാണ്. മക്കളുടെ മേൽ സന്ദർശിക്കാതെ വണ്ണം, നമ്മളുടെ പാപങ്ങൾ ഒന്നും കണക്കിടാതെ വണ്ണം എല്ലാ ലംഘനങ്ങളും ക്ഷമിച്ചു തരികയും പാപങ്ങളെല്ലാം മറച്ചുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥ. എന്താണ് അതിന് കാരണം? അതിനറിയണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോകുൽത്തായിൽ നടന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. അവിടെ 2 ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യത്തിൽ അധർമ്മങ്ങളെ വഹിച്ചവനായിട്ട്, അധർമ്മികളുടെ ഇടയിൽ എണ്ണപ്പെട്ടവനായിട്ട് ഒരുവൻ കുരിശന്മേൽ തൂങ്ങി. അവൻ്റെ ശരീരമെല്ലാം ഛിന്ന ഭിന്നമായി പോയി. അവൻ തകർക്കപ്പെട്ടു. അവൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമാണ് സകല പാപവും പൊക്കി ശുദ്ധീകരിച്ച് നമ്മുടെ ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്നത്, നമ്മുടെ പാപങ്ങളെല്ലാം മറച്ചു തരുന്നത്, നമ്മുടെ അധർമ്മങ്ങളെല്ലാം പോക്കിത്തരുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള പാപമോചനം പ്രാപിച്ച നമ്മളല്ലാതെ പിന്നെ ആരാണ് ഭാഗ്യശാലികൾ? നമ്മൾ എന്തിനു ഭാരപ്പെടണം? നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ എന്തിനു ആകുലപ്പെടണം? നമ്മൾ എന്തിനു ചിന്താകുലരാകണം? നമ്മളുടെ ഈ ലോകത്തുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും കെടുതികളും ദുഃഖങ്ങളും ആകുലതകളെല്ലാം വരുമ്പോൾ നമ്മൾ എന്തിനു അസമാധാനപ്പെടണം? ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ഉറപ്പുള്ളവരാകൂ, നിങ്ങൾ പ്രത്യാശയുള്ളവരാകൂ, നിങ്ങൾ വിശ്വാസമുള്ളവരാകൂ, നിങ്ങൾ സ്നേഹമുള്ളവരാകൂ. ദൈവത്തിന് മഹത്വം. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് തോണ. നമ്മൾ എന്തിനു പേടിക്കണം? പ്രിയമുള്ളവരെ, ഞാൻ പേടിക്കുകയില്ല, കർത്താവ് എനിക്ക് തോണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന പോലെ, 27-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ നേരെ മാംസം തിന്നവൻ അടുക്കുമ്പോൾ അവർ ഇടറി വീഴും.
എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കാരണം യഹോവയാണ് എൻ്റെ വെളിച്ചം, യഹോവയാണ് എൻ്റെ രക്ഷ, യഹോവയാണ് എൻ്റെ പരിപാലകൻ, യഹോവയാണ് എനിക്ക് തുണയായിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഭാരപ്പെടുകയില്ല. എന്തെല്ലാം അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ഭാരപ്പെടുകയില്ല. ഞാൻ നന്ദിയുള്ളവനായിട്ട് യഹോവയെ സേവിക്കുന്നതിനായിട്ട് ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു സമർപ്പണം നിങ്ങൾക്ക് എടുക്കാമോ? അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാമോ? ദൈവത്തിന് മഹത്വം. ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. നാളുകളായിട്ട് ചിന്തിച്ചു വരുന്ന കാര്യമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അതിനോടനുബന്ധിച്ച് കർത്താവ് ചില മുന്നറിയിപ്പുകളെല്ലാം നൽകുന്നുണ്ട്. പല അടയാളങ്ങളും കർത്താവ് പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഒലിവ് മലയിൽ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ലോകാവസാനത്തിനും നിന്റെ രണ്ടാമത്തെ വരവിനുമുള്ള അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. അതിലെ 5ാമത്തെ മുന്നറിയിപ്പാണ് നമ്മുടെ വിഷയം. മത്തായിയുടെ സുവിശേഷം 24-12 നമുക്ക് വായിച്ചു കേൾക്കാം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെയും സ്നേഹം തണുത്തുപോകും. ഇത് അന്ത്യകാലഘട്ടമാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, നമ്മളിൽ തന്നെ നോക്കിയാൽ, കൂട്ടായ്മയിലേക്ക് നോക്കിയാൽ, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ബന്ധുക്കളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും അധർമ്മം പെരുകിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ദുർനടപ്പും ദുഷ്ടതയും അക്രമവും അധർമ്മവും പെരുകിയിരിക്കുന്ന ഒരു തലമുറയായിട്ട് മാറിയിരിക്കുകയാണ്. അത് വർദ്ധിച്ച് അതിന് ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അക്രമം, അധർമ്മം, അതിക്രമം. അതുകൊണ്ട് പറയുകയാണ്, അനേകരുടെയും സ്നേഹം തണുത്തുപോകും. വിശ്വാസികളിൽ പോലും അനേകരുടെയും സ്നേഹം തണുത്തുപോകും. പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് നോക്കൂ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് നോക്കൂ, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് നോക്കൂ. സ്നേഹം തണുത്തുപോയി തുടങ്ങിയിട്ടില്ലേ? അനേകരും പിന്മാറിപ്പോയത് നിങ്ങൾ കാണുന്നില്ലേ? അനേകരും തകർന്ന് തരിപ്പണമായി വീണത് ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, എന്തെല്ലാം വ്യാജമാണ് നടക്കുന്നത് ആത്മീയ മണ്ഡലത്തിൽ. എന്താണ് കാരണം? അനേകരുടെയും സ്നേഹം തണുത്തുപോയി. നല്ല തുടക്കമെല്ലാമായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ പാപത്തിന്റെ അടിമയായി പിശാച് എന്ന വഞ്ചകൻ അനേകരെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആത്മീയ മണ്ഡലത്തിൽ കയറി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അനേക സുവിശേഷ പ്രസംഗകരെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പാപം ഇഞ്ചക്ട് ചെയ്യുന്ന പിശാച്, ദുഷ്ടനായ പൈശാചികൻ അവരുടെ ഹൃദയത്തിൽ വാസമുറപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അനേകരുടെയും സ്നേഹം തണുത്തു പോകുന്നത്? അധർമ്മം പെരുകുന്നതുകൊണ്ട്. അധർമ്മികളുടെ ഇടയിൽ വസിക്കുന്ന നാം വളരെ സൂക്ഷിക്കണമെന്നും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. വിശ്വാസ ത്യാഗം സംഭവിക്കുമ്പോൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ, ദുരുപദേഷ്ടകന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ, വ്യാജ ആത്മാക്കളെല്ലാം എഴുന്നേറ്റ് വന്ന് നിങ്ങളെ തെറ്റിക്കാൻ നോക്കുമ്പോൾ അനേകം വിശ്വാസികളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകും. വിശ്വാസ ത്യാഗം സംഭവിക്കും. സ്നേഹത്തിൻ്റെ അഭാവം വരുമെന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-17 ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുന്നുണ്ട്, ഈ മുന്നറിയിപ്പുകളെല്ലാം നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുന്നുണ്ട്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ചും നിങ്ങളുടെ കൂട്ടായ്മയിലെ സഹോദരങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ ദേശത്തെക്കുറിച്ചും ദേശത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്താണ്? അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാൻ സാധ്യതയുണ്ട്. വചനം പറയുന്നുണ്ട്, താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് വിശ്വാസമുണ്ട്, ഇന്ന് സ്നേഹമുണ്ട്, ഇന്ന് ശുശ്രൂഷകളുണ്ട്, ഇന്ന് വേലയുണ്ട്, ഇന്ന് സുവിശേഷ വേലയുണ്ട്, ഇന്ന് കൂട്ടായ്മയുണ്ട്, ഇന്ന് കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, ഇന്ന് കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കരുതേ. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നുള്ള മുന്നറിയിപ്പിന്റെ വചനത്തെ ആരും മറികടന്നു പോകരുതേ. ജാഗ്രതയുള്ളവരായിരിക്കണം. ഭയപ്പെടുകയില്ല, ജാഗ്രതയും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഒരിക്കൽ കർത്താവ് തന്നെ പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയെ നോക്കി പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ സ്നേഹം കണ്ടെത്തുമോ? ഇന്ന് എങ്ങനെയുണ്ട് സ്നേഹം? പിതാവായ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയുണ്ട്? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടിയാണോ സ്നേഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ് തമ്മിലുള്ള സ്നേഹവും കുറഞ്ഞു പോകുന്നത്.
ഇന്ന് കൂട്ടായ്മയിലെ സഹോദരങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടോ? തമ്മിൽ തമ്മിൽ അന്വേഷിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് വീണ് പോയാൽ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ടോ? അവനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിച്ച് നടക്കുകയാണോ? പരാതിയും പിറുവിറുപ്പുമാണോ? ചോദ്യങ്ങളാണോ? സൂക്ഷിക്കുക സഹോദരി സഹോദരന്മാരെ, നാം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വീണ് പോകാതിരിപ്പാൻ സൂക്ഷിക്കുക. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സ്നേഹം കണ്ടെത്തുമോ? തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു. സ്നേഹം എല്ലാം പൊറുക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയുന്നു. 1 കൊരിന്ത്യർ 13 പറയുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന്. വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയില്ല, ധാർഷ്ട്യം വെച്ചുകൊണ്ടിരിക്കുകയില്ല, സഹോദരന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. സ്നേഹമാണോ? എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കും. വിനയം വരും, എളിമ വരും, താഴ്മ വരും. അങ്ങനെയാണോ? അനേകരുടെയും സ്നേഹം തണുത്തു പോകും. എന്തുകൊണ്ടാണ്? കർത്താവ് അന്നത്തെ തലമുറയെ നോക്കി പറഞ്ഞു, വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ എന്ന്. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്ന്. കർത്താവ് അന്നത്തെ തലമുറയെ നോക്കി പറയുകയാണ്, വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ. ഇന്നത്തെ തലമുറയെ നോക്കി പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത്? ഇന്നത്തെ തലമുറയെ നോക്കി വഞ്ചനയും ചതിയും നിറഞ്ഞ തലമുറ. ചതിക്കുകയല്ലേ? പാർട്ട്നേഴ്സ് തമ്മിൽ ചതിക്കുകയാണോ? ദൈവത്തിന് മഹത്വം. പാർട്ട്നേഴ്സ്, ജീവിത പങ്കാളി ചതിക്കുന്നുണ്ടോ? ഒരുമിച്ച് ബിസിനസ് തുടങ്ങുന്നു, പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുന്നു, എന്നാൽ പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. അനേക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ യജമാനന്മാരെ ചതിക്കുന്നു, യജമാനന്മാർ സ്റ്റാഫുകളെ ചതിക്കുന്നു. പ്രിയമുള്ളവരെ, എവിടെയും ചതിയും വഞ്ചനയുമാണ്. മനുഷ്യ ഹൃദയം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. ഒരു ഹൃദയമില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിപ്പോയിരിക്കുകയാണ്. സ്നേഹത്തിന്റെ അഭാവം, അനീതിയും അന്യായവും നിറഞ്ഞ തലമുറയാണ് ഇന്നത്തെ തലമുറ. ഈ ദുഷ്ടതലമുറ അനീതിയാണ്, അന്യായമാണ്, ദുഷ്ടതയാണ്, അക്രമമാണ്, മദ്യവും മയക്കുമരുന്നും സുലഭമായി വിതരണം ചെയ്യുന്ന തലമുറ. അതിൻ്റെ അടിമകളാണ് ഇന്ന് അനേകരും. ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ച്, ഒരു പെൺകുട്ടിയാണ്, കൗമാരക്കാരിയാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നാളുകളായിട്ട് അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടവനായ അപ്പൻ, ന്യൂസിൽ കേട്ട കാര്യമാണ്, ആരും കാണാതെ അവളെ ഫോളോ ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി സമയത്ത് നോക്കിയപ്പോൾ അവിടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന വലിയൊരു റാക്കറ്റിലെ ഒരു കണ്ണിയാണ് ഈ കൗമാരക്കാരി. അപ്പൻ അറിഞ്ഞില്ല. അപ്പന്റെ ഹൃദയം നൊന്ത് വിങ്ങിപ്പൊട്ടി അലമുറയിട്ട് കരഞ്ഞുപോയി. മയക്കുമരുന്നിന് അടിമയാണെന്ന് മാത്രമല്ല, വലിയൊരു റാക്കറ്റിൽ സ്വന്തം മകൾ അകപ്പെട്ടിരിക്കുകയാണ് എന്ന്. ആ അപ്പൻ പിന്നീട് ന്യൂസിൽ പറയുകയാണ്, അനേക പെൺമക്കളുടെയും ആൺമക്കളുടെ അവസ്ഥ ഇതാണ്. അപ്പനും അമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളുടെ ബാഗ് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. സ്കൂൾ ബാഗുകൾ അവർ ആരുമായിട്ടെല്ലാമാണ് ഇടപെടുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ലോകം അത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുകയാണ്. വ്യഭിചാരവും ബലാത്സംഗങ്ങളും പെൺമാണിഭവും ഉള്ളതായ തലമുറ. പ്രിയമുള്ളവരെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കിഡ്നാപ്പിങ്ങും ബ്ലാക്ക് മെയിലുകളും എന്തെല്ലാം കാര്യങ്ങളാണ്. അതിക്രമവും അധർമ്മവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തലമുറയാണ്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുതേ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിങ്ങൾ ആരും അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുതേ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായി. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അത് ജീവനുള്ള യാഗമായിരിക്കണം, അത് വിശുദ്ധിയുള്ള യാഗമായിരിക്കണം, അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം. അങ്ങനെയാണോ നമ്മുടെ ആരാധന? ഇന്ന് തോന്നിയതുപോലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദേവാലയങ്ങളിൽ പോകുന്നവരുണ്ടോ? ദൈവത്തിന്റെ പ്രമാണം വിട്ടിട്ട് ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നവരുണ്ടോ? തമ്മിൽ സ്നേഹമില്ലാതെ, ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ഹൃദയപ്രകാരം സ്നേഹമില്ലാതെ, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ ഈ ലോകപ്രകാരം ജീവിച്ചിട്ട് ആരാധന എന്നുള്ള പേരും പറഞ്ഞ് നടക്കുന്നവരുണ്ടോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത വാക്യം എന്താണ്? ഈ ലോകത്തിന് അനുരൂപരാകരുതേ.
ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. അതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടവർ. പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടവർ. തല ദിവസം വൃത്തികെട്ട ഹീനമായ കാര്യങ്ങളിലെല്ലാം നടന്ന് കള്ള കുമ്പസാരവും നടത്തി കള്ള കുർബാന അർപ്പിക്കാൻ വേണ്ടി പോകരുതേ. നിന്റെ കുർബാനയിലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. കാരണം നീ മലീമസമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, അധർമ്മത്തിന്റെ പിന്നാലെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അധർമ്മ പ്രവൃത്തികളിൽ കുടുങ്ങിപ്പോകാതെ സൂക്ഷിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇന്നത്തെ ജനത്തിന് സംഭവിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് കൂട്ടായ്മയിലുള്ള വിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു വിപത്ത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപരാകുകയാണ്. ഈ ലോകത്തിൻ്റെ ട്രെൻഡുകളുടെ പിന്നാലെ നടക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഫാഷൻ ഭ്രമം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഈ ലോകക്കാർ ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, അനുകരിക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപമായുള്ള ജീവിതമാണ്. എന്താണ് കാരണം? ലോക സ്നേഹമുള്ളത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വചനം പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിലുള്ളവരെയും ലോകത്തെയും സ്നേഹിക്കരുത്. ദൈവത്തിന്റെ ശത്രുത്വം സമ്പാദിക്കരുത്. നീ എന്തിനു ദൈവത്തിന്റെ ശത്രുവാകണം? ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണ്. പാപം നിറഞ്ഞു തുളുമ്പുന്ന ലോകമാണ്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഒരു വള്ളം യാത്ര ചെയ്യണമെങ്കിൽ വെള്ളം വേണം. പുഴയിലോ നദിയിലോ സമുദ്രത്തിലോ കൂടെ വള്ളം യാത്ര ചെയ്യുന്നു. വള്ളത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പക്ഷെ ഈ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ അപകടമാണ്. നമുക്ക് ജീവിക്കാൻ ഈ ലോകം വേണം. പക്ഷെ ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെ നശിപ്പിച്ച് കളയരുത്. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം. ഏതൊരു കൂട്ടായ്മക്കാരനും ഏതൊരു അവിശ്വാസിയും വിശ്വാസത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. കർത്താവേ, ഞാൻ ഇന്ന് ചെയ്യുന്നത് നിനക്ക് തിരിഹിതമാണോ? ഞാൻ ഇവിടെ പോകുന്നത് നിനക്ക് തിരിഹിതമാണോ? ഞാൻ ഇന്ന വിവാഹത്തിൽ ഏർപ്പെടുന്നത് നിനക്ക് തിരിഹിതമാണോ? നിന്റെ ഹിതപ്രകാരമാണോ ഞാനൊരു ബിസിനസ് തുടങ്ങേണ്ടത്? ഇന്ന ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത്? ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടത് നിന്റെ ഹിതമാണോ? ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണോ? നിന്റെ ഹിതപ്രകാരമാണോ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇങ്ങനെ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന സമൂഹം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രവൃത്തികളിലും പ്രശ്നത്തിലും അകച്ചെന്ന് അകപ്പെടുകയും നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കണമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ലോകസ്നേഹത്തിൻ്റെ അടിമയാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 34 വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? മദ്യപാനത്താലും അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടു പോകും. എന്നിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സംസ്കാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. റെസ്റ്റോറൻറ്റുകൾ മാറി മാറി കയറി കിടന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, അന്നത്തെ തലമുറയോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ആകാശത്തിലെ പറവകളെ പോറ്റുന്നില്ല, അതുപോലെ നിങ്ങളെയും പോറ്റിക്കൊള്ളും. പ്രിയമുള്ളവരെ, അത് പറയാൻ കാരണം അന്ന് ദാരിദ്ര്യമായിരുന്നു, അന്ന് പട്ടിണിയായിരുന്നു, തിന്നാൻ അല്പം ആഹാരമില്ലായിരുന്നു. നാളെ എന്ത് തിന്നുമെന്നോ മക്കൾക്ക് എന്ത് കൊടുക്കുമെന്നുള്ള ആകുലത അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എന്തെല്ലാം സ്വാദുഭോജനമാണ് രുചിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു തലമുറയായിട്ട് മാറിയിരിക്കുകയാണ്. ഭോജനപ്രീതി മരണകരമായ പാവങ്ങളിൽ ഒന്നാണ്, ഭയാനകമായ പാവമാണ്. ജീവിക്കാൻ വേണ്ടി തിന്നാം, പക്ഷെ തിന്നാൻ വേണ്ടി ജീവിക്കണമോ? രുചികരമായ ഭക്ഷണം, സ്വാദുഭോജനം അന്വേഷിച്ച് നടക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അതിഭക്ഷണം. പെരുവയറന്മാരായ ക്രേത്തരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അവർ പെരുവയറന്മാരാണ്. പ്രിയമുള്ളവരെ, അവർ പെരുവയറന്മാരാണെന്ന് പറയാൻ കാരണം അതിഭക്ഷണം. നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. മദ്യപാനം നമ്മൾക്ക് പലർക്കും പരിചയം ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ,
ഏതൊരു ബിസിനസ് ഫംഗ്ഷൻ എടുത്താലും, ഏതൊരു ഫംഗ്ഷൻ ക്രിസ്ത്യാനികളുടെ പോലും വീട്ടിൽ വെച്ചാലും അവിടെയെല്ലാം മദ്യസൽക്കാരമാണ്. മദ്യം വിളമ്പാതെ, കോക്ടെയിൽ ഡിന്നർ എന്നുള്ള ഓമന പേരിൽ മദ്യം വിളമ്പാതെ ഒരു ഫംഗ്ഷൻ നടക്കുകയില്ല. എന്തിനാണ്? വിരുന്നുകാരെ രസിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ. ദൈവം ദുഃഖിക്കുന്നു എന്ന് ചിന്തിക്കാത്ത സൽക്കാരങ്ങൾ, വിവാഹ സൽക്കാരങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ വിവാഹം നടക്കുകയാണെങ്കിൽ, ഒരു പെരകർ താമസം നടക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ നടക്കുകയാണെങ്കിൽ, നിങ്ങൾ മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പാപത്തിന്റെ അടിമകളായിട്ട് മാറുകയാണ്. നിങ്ങൾ കുടിക്കുന്നു എന്ന് മാത്രമല്ല, അനേകരെ കുടിപ്പിക്കുന്ന പിശാചിന്റെ അടിമകളായിട്ട് മാറുകയാണ്. പാപമാണ്, പാപമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നുള്ള ചിന്തയല്ല ദൈവത്തിന് മഹത്വം. മറിച്ച് എന്തെല്ലാം തിന്നാം, വ്യത്യസ്തമായ സ്വാദുഭോജനം ആസ്വദിക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. എന്തൊടുക്കും, ഇപ്പോഴതല്ല, ഫാഷനാണ്. എങ്ങനെയെല്ലാം വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം ധരിക്കാം. നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രമല്ല പ്രിയമുള്ളവരെ, നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണം. ഇതിലേക്കൊക്കെ പോകുമ്പോൾ മറ്റു പലരുടെയും നെറ്റിച്ചൊളിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അധർമ്മമാണ്. ഇന്നത്തെ ലോകക്കാരെ നമ്മൾ ആരും അനുകരിക്കരുത്, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ അത് പാലിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ആ ദിവസം കാണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾ പിടിക്കപ്പെടുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്ത് സംഭവിക്കും? ഈ ലോകത്തിന് അനുരൂപമായാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഈ ലോകം നശിക്കുന്നതോടൊപ്പം നാമും നമ്മുടെ കുടുംബവും നശിച്ചു പോകും. ആ വാക്ക് നിങ്ങൾക്ക് പ്രയാസം വരുത്തിയോ? ഈ ലോകത്തെ ദൈവം നശിപ്പിക്കും, തീ കൊണ്ട് ഈ ലോകത്തെ ദൈവം നശിപ്പിക്കുമെന്ന് പത്രോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ. തീ കൊണ്ട് നശിപ്പിക്കും. ലോകാവസാനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വേദപുസ്തകം പറയുമ്പോൾ, സഹോദരന്മാരെ, ഈ ലോകത്തെ നശിപ്പിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ അടിമകളായവരെ നശിപ്പിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും, സഹോദരന്മാരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിച്ചു പോകാതിരിപ്പാൻ സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. എൻ്റെ കർത്താവേ, ഏറ്റവും ഹീനമായ പാപം ചെയ്തവരായിരുന്നു ഞങ്ങൾ. എന്നാൽ നിന്റെ വിലയേറെ രക്തം വന്ന്, ഹല്ലേലൂയ, ഞങ്ങളുടെ തലമേൽ വന്ന് വീണതും ഞങ്ങളുടെ എല്ലാ ലംഘനങ്ങളും അധർമ്മങ്ങളും ക്ഷമിച്ചു തന്നതും അടിയങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഞങ്ങൾ നന്ദിയോടെ ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഓർക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർക്കുന്നു. ഈ ലോകം അതിൻ്റെ മ്ലേച്ഛതയിലേക്ക് തിങ്ങി നിറഞ്ഞു പോകുമ്പോൾ കർത്താവേ, ഒരു നീതിമാനായിട്ട് ഞങ്ങൾക്ക് നിൽക്കണം. അനേക നീതിമാന്മാരെ ഞങ്ങൾക്ക് സമ്പാദിക്കണം. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു വ്യത്യസ്തനായിട്ട് ഞങ്ങൾ ജീവിക്കും കർത്താവേ. ഇതുവരെ ജീവിച്ചതുപോലെയല്ല, പുതിയൊരു ജീവിതം ഞങ്ങൾ നയിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനം പറയുകയാണ്. എൻ്റെ പാപങ്ങൾ മുഴുവനും നിൻ്റെ മേൽ ചുമത്തി. നീ അടികൊണ്ടു, നീ തുപ്പലേറ്റു, നീ പീഡിപ്പിക്കപ്പെട്ടു കർത്താവേ. ഇതാ ഇവിടെ ഒരു മഹാപാപി ഇരുന്നുകൊണ്ട് പറയുകയാണ് കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായിട്ട് ജീവിച്ചു കൊള്ളാം. ഹല്ലേലൂയ. യേശുവേ, നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ കർത്താവേ. എൻ്റെ കുടുംബത്തെ ഓർക്കണമേ. ഞങ്ങളാരും ഈ ലോകം നശിക്കുമ്പോൾ അവരോടൊപ്പം നശിച്ചു പോകാതെ വണ്ണം, അധർമ്മികളുടെ ഇടയിൽ എണ്ണപ്പെട്ടു പോകാതെ വണ്ണം കർത്താവേ, നീതിയുള്ള മനസ്സിനുടമകളാവുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവേ. നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. എൻ്റെ കുടുംബം, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, ഞാൻ ആയിരിക്കുന്ന ദേശം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് കർത്താവേ. ഇതുവരെ ഞാൻ വിശ്വസ്തനായിട്ട് നിന്നിട്ടില്ല. എന്നാൽ കർത്താവേ, നിന്റെ ആണിപ്പാളുടെ കരം എൻ്റെ ശിരസിന്മേൽ ഒന്ന് വെക്കാമോ? നിന്റെ വിലയേറെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകാമോ? എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാമോ? എന്നെ, എൻ്റെ കുടുംബത്തെ നീ ഒന്ന് രക്ഷിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ നിന്നോട് നിലവിളിക്കട്ടെ കർത്താവേ. മക്കാരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണിയല്ലോ കർത്താവേ. ഞങ്ങളാണ് അതിന് കാരണക്കാർ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നിന്റെ മുമ്പാകെ വന്ന് പറയുകയാണ് കർത്താവേ, ഇന്ന് മുതൽ ഞങ്ങളൊരു വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാം. ഇന്ന് മുതൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാം. നീ രണ്ടാമത്തെ വരവ് വരുമ്പോൾ വിശുദ്ധന്മാരോടൊപ്പം എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഇപ്പോൾ സമർപ്പിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിന്റെ വചനം കേട്ട മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ തലമേൽ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. ജീവിതത്തിൽ സമർപ്പണമെടുത്ത ഓരോ മക്കളുടെ തലമേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ സങ്കട വിഷയങ്ങൾ നീ അറിയുന്നല്ലോ കർത്താവേ. അവരുടെ വേദനാ വിഷയങ്ങൾ നീ അറിയുന്നല്ലോ കർത്താവേ. അവരുടെ രോഗവിഷയങ്ങൾ നീ അറിയുന്നല്ലോ കർത്താവേ. നിന്റെ ആണിപ്പാടുള്ള കരം അവരുടെ സമർപ്പണത്തിൽ മേൽ വെച്ച് നീ അവർക്ക് സൗഖ്യം കൊടുക്കണമേ. അവരെയും അനീതിയെല്ലാം മാറ്റി നീതിമാന്മാരാക്കണമേ. നിന്റെ തിരക്തത്താൽ അവരെ കഴുകണമേ. സകലതും ഞങ്ങൾക്കായി ജന്മച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ നിരമാറാകണമേ. ആമേൻ.